ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സിമ്പിളായിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. ഒരുപാട് സമയം എടുക്കാൻ നമുക്ക് 5 മിനിറ്റിന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നൊരു പലഹാരം കേട്ടോ ഇത്. ഇനിയിപ്പോൾ നോമ്പൊക്കെ വരുന്നത് സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനൊക്കെ നല്ലത്. അപ്പോൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ ഒരു സമയത്തൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരത്തെ ചായക്കടി ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കാനും സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്താക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്തൊക്കെ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് 3 പായ ഇട്ടെടുക്കാം കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞിട്ട് 3 പായ ഇട്ടെടുക്കുക. അപ്പം നമ്മൾ ചെറിയ പായയില്ല, അതാണ് എടുത്തിട്ടുള്ളത്. മൈസൂർ പായ കേട്ടോ. നമ്മൾ കുഞ്ഞ് അടുക്കം പായല്ല എടുത്തിട്ടുള്ളത്, മൈസൂർ പായം. കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന പായയില്ലേ, അതാട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പായാണ്. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 കപ്പോളം റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം ഉപ്പും അതിന് കൂടെ തന്നെ ഒരു പിഞ്ചോളം ബേക്കിംഗ് സോഡയും ചേർക്കുക. അതിലേക്ക് ഒരു ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല, പഞ്ചസാര മാത്രമായിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം ചേർക്കാതെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ആദ്യം ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നില്ല, വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാനേ പാടില്ല കേട്ടോ. നമ്മൾ ഈ ഒരു പയം തന്നെ നന്നായിട്ട് വെള്ളം അതിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ആദ്യം ഒന്ന് അടിച്ചെടുക്കുക, അതിന് ശേഷം മാത്രം വെള്ളം ചേർത്തെടുക്കുക കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് കണക്കായിട്ട് കിട്ടുമേ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മളിതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പോളം അരിപ്പൊടി ചേർത്തെടുക്കാം കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, 1/4 കപ്പ് മതി കേട്ടോ. 1/4 കപ്പ് നമ്മൾ സാധാരണ അരിപ്പൊടി, നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അരിപ്പൊടിയില്ലേ, അതാട്ടോ എടുത്തിട്ടുള്ളത്. അതിന് കൂടെ തന്നെ നമ്മൾ 1/2 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. കട്ടയൊന്നും ഇല്ലാത്ത രീതിക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടിയും ചേർത്തെടുക്കാം കേട്ടോ. നമ്മൾ എടുക്കുന്ന മാവിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടി ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൽ റവ ചേർത്തത് കൊണ്ട് തന്നെ നമ്മളിതിങ്ങനെ വെയിറ്റ് ചെയ്യാൻ വെക്കുന്നതോറും അതൊന്നും കൂടി ഒന്ന് ടൈറ്റായിട്ട് വരും കേട്ടോ. ആ ഒരു സമയത്ത് കുറച്ചുകൂടി ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമുക്ക് ഓയിലോ വെളിച്ചെണ്ണ നമുക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിലും ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ചൂടായി വന്ന സമയത്ത് നമ്മളിത് അതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ മാവ് വയ്ക്കുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം വേവാതെ പുറം ഭാഗം നന്നായിട്ട് അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 1-2 പ്രാവശ്യം ഇതുപോലെ ചെയ്യണം കേട്ടോ. 1-2 പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറം ഭാഗം കളറൊക്കെ അങ്ങ് മാറി കിട്ടും, ഉൾഭാഗം വെന്ത് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് സമയമൊന്നും പിടിക്കില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങ് കളറൊക്കെ മാറി ഉൾഭാഗം ഒന്ന് വെന്ത് ഇട്ടിക്കോളെ. തിരിച്ച് മറിച്ച് ഒരു 1-2 പ്രാവശ്യം ഇട്ട് കൊടുത്താൽ മതി. ആ ഒരു സമയം കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കളറും മാറും, അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്തിട്ട് കിട്ടുകയും ചെയ്യട്ടോ. ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് പൊങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കേ. അപ്പോൾ നമ്മൾ അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ള മാവും വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ള നമ്മൾ അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കിനി നോമ്പൊക്കെ വരുന്നത്, ആ ഒരു സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ട്രൈ ചെയ്താക്കി തരുന്നുണ്ടെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.